ഇന്നലെ മുതൽ ഈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റുന്നു എന്നുള്ള ധാരണ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സർക്കാർ നിലപാട് മാറ്റുന്നില്ല, സർക്കാർ ആകെ മാറ്റുന്നത് ഞങ്ങളല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധന്മാരും പണ്ഡിതരുമാണ് എന്നുള്ളതാണ്. സർക്കാർ നേരത്തെ എടുത്ത നിലപാട് യുവതി പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. യുവതി പ്രവേശനത്തിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന നിലപാട് പറയുന്നതിന് പകരം യുവതി പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിദഗ്ധന്മാരാണ്, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള, വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇന്നലെ മുതൽ നടക്കുന്നത്. ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക, സർക്കാർ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുക. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണോ? ആണെന്നും പറയാം, വിശ്വാസികൾക്ക് ഒപ്പമല്ലേ? അല്ലെന്നും പറയാം. അങ്ങനെ രണ്ടു കൂട്ടരെയും പറ്റിക്കുന്ന, രണ്ടു കൂട്ടരെയും കബളിപ്പിക്കുന്ന സമീപനം 2007 നിലപാടാണെന്നാണ് മന്ത്രി വാസവൻ പറയുന്നത്. 2007 നിലപാട് യുവതി പ്രവേശനത്തിന് അനുകൂലമാണ്. അപ്പോൾ അങ്ങനെയാണ് നിലപാടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്നത് ആരെ പറ്റിക്കാനാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. ക്ഷേത്രാചാരങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ക്ഷേത്രാചാരങ്ങളിൽ സർക്കാരുകളോ കോടതിയോ ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് സർക്കാർ പറയുമോ? അങ്ങനെ വ്യക്തമായിട്ട് സർക്കാർ പറയും എന്നുണ്ടെങ്കിൽ ആ കാര്യം സൂചിപ്പിക്കണം. മാത്രമല്ല, ആചാരത്തെയും ലിംഗസമത്വത്തെയും കൂട്ടിക്കെട്ടാനുള്ള ശ്രമം നടത്തില്ല, അങ്ങനെ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുമോ? അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാകാത്ത തരത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ എടുത്തിരിക്കുന്ന തന്ത്രം. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രം മാത്രമാണ് എന്നുള്ളത് കേരളത്തിലെ വിശ്വാസി സമൂഹം തിരിച്ചറിയും. അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയം ഉണ്ടാക്കിയത് കേരള സർക്കാരാണ്, ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് കേരള സർക്കാരാണ്. ഇതിൻ്റെ പേരിലാണ്, കേരള സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് നാട്ടിലെല്ലാ സ്ഥലത്തും ഇതിൻ്റെ പേരിൽ സമരങ്ങൾ നടന്നതും കേസുകൾ ഉണ്ടായതും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കിയത് തെറ്റിപ്പോയി എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ ആ കേസുകൾ പിൻവലിക്കണമായിരുന്നു. സർക്കാരിൻ്റെ സമീപനത്തിൻ്റെ ഫലമായിട്ട്, സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഫലമായിട്ടാണ് ഈ കേസുകൾ ഉണ്ടായത്. അപ്പോൾ കേസുകൾ പിൻവലിക്കണം. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം, കാരണം അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ആ കണക്കുകൾ ഇപ്പോഴും ഒത്തുവരുന്നില്ല. അതുകൊണ്ട് ആ തട്ടിപ്പ്, അവിടെ നടത്തിയിട്ടുള്ള തട്ടിപ്പിൻ്റെ കണക്കുകൾ പുറത്തുവിടണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള കേസന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളത് വ്യക്തമാകണം. ശബരിമലയോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ ഈ തരത്തിലുള്ള നിലപാട് മാറ്റത്തിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള നിലപാടാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി സർക്കാർ വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. അതോടൊപ്പം ഈ കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്ന കോൺഗ്രസ് ഇതേ തരത്തിലുള്ള അഴകുടമ്പൻ സമീപനമാണ് യുവതീ പ്രവേശനം വിഷയം ഉയർന്നു വന്നപ്പോൾ സ്വീകരിച്ചത്. ആദ്യം കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ സമരത്തിൻ്റെ ഭാഗമായി. പക്ഷെ പിന്നീട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള നിലപാട് വന്നു, ഈ സമരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രകടനങ്ങളും പരസ്യമായിട്ടുള്ള സമരപരിപാടികളിൽ കോൺഗ്രസ് പങ്കാളികളാകില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ
അതുവരെ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ആളുകൾ ആ സമരം നിർത്തിപ്പോയി. വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയും വിശ്വാസി സമൂഹവും ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ സജീവമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ നിയമസഭക്കകത്ത് നിയമസഭയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് MLA-മാർ ചില സർക്കാർ നിലപാടുകൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതായിട്ടുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ചെയ്യുന്നത് പോലെ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ നിയമസഭയിൽ കാണിക്കുന്നത് പോലെ അടിയന്തര പ്രമേയം കൊണ്ടുവരില്ല, പക്ഷേ മുദ്രാവാക്യം വിളിക്കുക, ബാനർ പൊക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു സമീപനവും സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല. കാരണം സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് CPM നേതാക്കന്മാർക്ക് ഉള്ളതുപോലെ തന്നെയുള്ള ബന്ധം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുമായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും നിയമസഭക്കകത്ത് ഞങ്ങൾ സ്വർണ്ണക്കൊള്ള അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്നുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതേസമയത്ത് പുറത്ത് ഈ സ്വർണ്ണക്കൊള്ളക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുക. ഇതാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം. അതുകൊണ്ട് ഈ ആളുകളെ പറ്റിക്കുന്ന ഈ നിലപാട് അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കഴിഞ്ഞാൽ വീണ്ടും സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വാദം വരുമ്പോൾ യഥാർത്ഥ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ടൊരു സമയം നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്ന സമീപനം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ LPG-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. എനിക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അനാവശ്യ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആ പ്രചരണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ആ നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം LPG-യുമായിട്ട് 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധമാണ് ഇതിനുള്ള കാരണം. മോദിജി LPG എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ കോൺഗ്രസ്സുകാർ പാർലമെന്റിൽ ബഹളം വെച്ചത്. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, മോദിജി LPG കൊണ്ടുവരുന്നത് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം സംഘർഷഭരിതമായിട്ടുള്ള മേഖലയിലൂടെ ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾ സുരക്ഷിതമായിട്ട് കടന്നു പോരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമാണ്. ശിവാലിക്കും നന്ദാദേവിയും ആ 2 കപ്പലുകൾ ഇന്ത്യൻ ത്രിവർണ പതാകയുടെ കരുത്തിൽ നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിൻ്റെ ആ ശക്തിയിലാണ് യുദ്ധമുന്നണിയിലൂടെ ഒരു പോറലും ഏൽക്കാതെ കടക്കുന്നത് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇറാൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി ടെലിഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് നമ്മുടെ കപ്പലുകളെ അവർ സുരക്ഷിതമായിട്ട് ഹോർമുസ് കടലിടുക്ക് കടത്തുന്നത്. ഇത് ചെയ്യാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജയശങ്കർജിയുടെ നേതൃത്വത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കഴിവാണ് അതിൽ വ്യക്തമാകുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് ബന്ധം പുലർത്തുന്നു, അവരുമായിട്ട് സംഭാഷണം നടത്തുന്നു. നമുക്കിത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, യുക്രൈനിലെ യുദ്ധഭൂമിയിൽ അന്ന് ഓപ്പറേഷൻ കാവേരി, അതിനുശേഷം ഓപ്പറേഷൻ ദേവിശക്തി, അങ്ങനെയുള്ള എത്രയോ ദൗത്യങ്ങൾ വിജയകരമായിട്ട് നടപ്പിലാക്കിയ ഒരു വിദേശകാര്യ മന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഏതാണ്ട് 8-10 മണിക്കൂർ യുക്രൈനിലെ യുദ്ധഭൂമിയിലൂടെ ഒരു പോറലും ഏൽപ്പിക്കാതെ കടത്തിക്കൊണ്ടുവന്ന്
ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലിന് അന്ന് സാധിച്ചതുപോലെ ഇന്ന് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ ബലത്തിൽ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ബലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിശ്രമത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയും മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾക്ക് സാധിക്കും. ഏതാനും ദിവസങ്ങൾക്കകം പാചകവാതകത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സാഹചര്യം, ആ സാഹചര്യം അവസാനിക്കും. പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കരുത്. ആളുകൾ ഈ പരിഭ്രാന്തിയുടെ ഫലമായിട്ട് ആളുകൾ LPG വാങ്ങിക്കൂട്ടുകയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് ശ്രീ ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞത് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന ഗതാഗത മന്ത്രിയുടെ ഭാര്യയ്ക്ക് സർക്കാർ കരാറുകൾ വഴിവിട്ട് നൽകുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ. കാരഫെഡിൽ നിന്നും മിൽമയിൽ നിന്നും വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള കരാർ, അങ്ങനെയുള്ള കരാറുകൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഗതാഗത മന്ത്രിയുടെ ഭാര്യയ്ക്ക് നൽകി എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള വിദേശ വ്യാപാര കരാറിലൂടെ 1,20,00,000 അവർക്ക് ലഭിച്ചു എന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള വസ്തുത ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും വിശദീകരിക്കണം. മാത്രമല്ല, ഈ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് CPIയുടെ മന്ത്രിമാരാണ്. ശ്രീമാൻ ബിനോയ് വിശ്വത്തിന് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്നുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതം ഒന്നും എനിക്കില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് തുടരുന്ന സ്വജനപക്ഷപാതം, അഴിമതി, സ്വന്തം നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നത് തൊട്ട് പിൻവാതിൽ നിയമനങ്ങൾ തൊട്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ആ നിരവധി കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അത്ഭുതത്തിനുള്ള കാര്യമല്ല. എങ്കിലും ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴും തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ കാര്യം കൂടി മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ്, സർക്കാരിൻ്റെ വസ്തുതകൾ എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ.